ഡിജിറ്റൽ വൽക്കരിക്കപ്പെട്ട ഇന്ത്യൻ സാമ്പത്തിക രംഗത്തോടൊപ്പം വളർന്നു വന്ന ചരിത്രം പറയാനുണ്ട് പേടിഎമ്മിന്. 2010 $2 മില്യൺ മൂലധനവുമായി വിജയ് ശങ്കർ ശർമ്മ ഡൽഹിയിൽ പേടിഎം ആരംഭിക്കുമ്പോൾ DTHും പ്രീപെയ്ഡ് മൊബൈൽ റീചാർജും നടത്തുന്ന കമ്പനിയായിരുന്നു അത്. അവിടുന്ന് അങ്ങോട്ട് വളർച്ചയുടെ പടവുകൾ കയറി ഫിൻടെക് മേഖലയിലെ ഇന്ത്യൻ വളർച്ചയുടെ പതാകവാഹകരായി മുന്നേറിയ പേടിഎമ്മിന് മുൻപിൽ ഒടുവിൽ റിസർവ് ബാങ്ക് വട്ടം നിന്നിരിക്കുകയാണിപ്പോൾ. 100 മില്യണിലധികം KYC കസ്റ്റമേഴ്സ് ഉള്ള പേടിഎമ്മിന് എന്താണ് സംഭവിച്ചത്? എന്തിനാണ് RBI പേടിഎമ്മിനെതിരെ നടപടി കൈക്കൊണ്ടിട്ടുള്ളത്? എന്തൊക്കെയാണ് ആ നടപടി? ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് പേടിഎം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വാലറ്റുകളിലേക്കും ഫെബ്രുവരി 29 ശേഷം ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാൻ പാടില്ലെന്ന റിസർവ് ബാങ്കിന്റെ ഓർഡർ വരുന്നത് ജനുവരി 31 പേടിഎമ്മിന്റെ മാതൃസ്ഥാപനമായ 197 കമ്മ്യൂണിക്കേഷന് കീഴിലെ പേടിഎം ബാങ്കിനെതിരെയാണ് നടപടി വന്നിട്ടുള്ളത്. നിലവിലെ നടപടിക്ക് കാരണമെന്തെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും 2018 മുതൽ പേടിഎമ്മിന്റെ പ്രവർത്തനം RBIയുടെ നിരീക്ഷണത്തിലായിരുന്നു. വാലറ്റുകളും കാർഡുമടക്കമുള്ള KYC പ്രീപെയ്ഡ് പേയ്മെന്റ് ഇൻസ്ട്രുമെന്റിന്റെ പരിധിക്കപ്പുറമുള്ള കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളും ഒരു അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള നിരവധി വാലറ്റുകൾ കണ്ടെത്തിയതുമെല്ലാം ഇതിൽ തന്നെ ഒരു അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് 1000-ലധികം വാലറ്റുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഇക്കണോമിക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കള്ളപ്പണ ഇടപാടുകളുടെ സാധ്യത സൂചിപ്പിക്കുന്നതിനാൽ ഇവയെ RBIയുടെ നടപടിയിലേക്ക് നയിച്ച കാരണങ്ങളായി വേണം കണക്കാക്കാൻ. നടപടിയെടുത്തതിൻ്റെ കൂടെ തന്നെ EDക്കും മറ്റ് അന്വേഷണ ഏജൻസികൾക്കുമെല്ലാം RBI വിവരങ്ങൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ RBIയുമായി ചർച്ച നടക്കുന്നുണ്ടെന്നാണ് പേടിഎം പറയുന്നത്. ഇൻഷുറൻസ്, ലോൺ, സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇക്വിറ്റി ബ്രോക്കിംഗ് മുതലായവ പേടിഎം പേയ്മെന്റ് ബാങ്ക് ലിമിറ്റഡിന് കീഴിലല്ലാത്തതിനാൽ RBI നടപടി ഇവയെ ബാധിക്കുകയില്ലെന്നും പേടിഎം പറയുന്നു. കൂടാതെ കച്ചവടക്കാർക്കുള്ള ഓഫ്ലൈൻ പേയ്മെന്റ് നെറ്റ്വർക്ക്, പേടിഎം സൗണ്ട് ബോക്സ്, കാർഡ് മെഷീനുകൾ, QR കോഡുകൾ മുതലായവയും തുടർന്നും പ്രവർത്തിക്കും. പേടിഎം ബാങ്ക് അക്കൗണ്ടിലും വാലറ്റിലുമുള്ള ബാലൻസ് തുക ഉപയോഗിക്കുന്നതിലും പിൻവലിക്കുന്നതിലും നിലവിൽ തടസ്സങ്ങളൊന്നുമില്ല. RBI നടപടിയെ തുടർന്ന് സ്റ്റോക്ക് മാർക്കറ്റിലടക്കം വലിയ രൂപത്തിലുള്ള നഷ്ടമാണ് പേടിഎമ്മിന് ഉണ്ടായിരിക്കുന്നത്. 300 മുതൽ 500 കോടിയുടെ വരെ നഷ്ടമാണ് ഈ വർഷം കമ്പനി പ്രതീക്ഷിക്കുന്നത്. 2022 മാർച്ചിൽ പുതിയ കസ്റ്റമേഴ്സിനെ ചേർക്കുന്നത് നിർത്തണമെന്ന് പേടിഎമ്മിനോട് റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ 2023 ഒക്ടോബറിൽ കൃത്യനിർവഹണത്തിലെ പാളിച്ചകളെ തുടർന്ന് 5.39 കോടി രൂപ RBI പിഴയും ഇട്ടിരുന്നു. ഇന്ത്യയിലെ ഡിജിറ്റൽ എക്കോണമിയുടെ മുഖങ്ങളിലൊന്നായി മാറുകയും ചുരുങ്ങിയ കാലം കൊണ്ട് വൻ വളർച്ചയും ടീം BCCIയുടെ സ്പോൺസർഷിപ്പും അടക്കം കൈവരിച്ചിരുന്ന പേടിഎം ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ്. RBI നടപടി സ്റ്റോക്ക് മാർക്കറ്റിലടക്കം വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുമ്പോൾ പ്രതിസന്ധിയിൽ നിന്നും പേടിഎം എങ്ങനെ കരകയറുമെന്ന് കണ്ടറിയേണ്ടി വരും.